നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെറുപ്പശ്ശേരി നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങളെ ചൊല്ലി നഗരസഭാ കൗൺസിൽ വാക്കേറ്റം. കൗൺസിലിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഭരണസമിതിയുടെ വീഴ്ചകളെ മറച്ചുവെക്കുന്ന ഇടതുപക്ഷ കൗൺസിലർമാരുടെ നിലപാടിനെതിരെ പ്രതിഷേധിച്ചാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ്. പ്രതിപക്ഷത്തിന്റേത് ജനാധിപത്യ ബോധമുള്ളവർക്ക് യോജിച്ച നടപടിയല്ലെന്ന് ചെയർമാൻ. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് MSF യൂണിറ്റ് സെക്രട്ടറി ആഷിറിന് മർദ്ദനം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. മർദ്ദനത്തിന് പിന്നിൽ SFI ആണെന്ന് MSF നേതാക്കൾ. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷം. വിദ്യാർത്ഥികളും വഴിയാത്രക്കാരും ഭീതിയിൽ. കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തുവിടാൻ ഭയന്ന് രക്ഷിതാക്കൾ. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ചാലിയാർ പുഴയിൽ തുടരുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും തിരച്ചിൽ നടത്തി. 2 ആഴ്ചയായി തുടരുന്ന തിരച്ചിലിൽ 80 മൃതദേഹങ്ങളും 167 ശരീരഭാഗങ്ങളും കണ്ടെടുത്തു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരത്ത് വീണ്ടും പാമ്പിനെ പിടികൂടി. പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. കഴിഞ്ഞ വർഷം മൂർഖൻ പാമ്പിനെയും കുഞ്ഞുങ്ങളെയും പിടികൂടിയിരുന്നു. ഇതോടെ ഭീതിയിലായി രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രി ജീവനക്കാരും. പട്ടാമ്പി ടൗണിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളുമായി നഗരസഭ രംഗത്ത്. പാർക്കിംഗ് ഏരിയകൾ നിശ്ചയിച്ചുള്ള ബോർഡുകൾ ഉടൻ സ്ഥാപിക്കും. പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും. വിശദമായ വാർത്തകളിലേക്ക്. ചെറുപ്പശ്ശേരി നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങളെ ചൊല്ലി നഗരസഭാ കൗൺസിലിൽ വാക്കേറ്റം. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ചെറുപ്പശ്ശേരി നഗര നവീകരണ പ്രവൃത്തികൾ വൈകുന്നതിൽ ബന്ധപ്പെട്ട ഏജൻസികൾക്കുണ്ടായ വീഴ്ചകളും അതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് നടത്തിയ പ്രസംഗത്തെ ചൊല്ലിയാണ് കൗൺസിൽ വാക്കേറ്റമുണ്ടായത്. നഗര നവീകരണ പ്രവൃത്തികൾ വൈകുന്നത് ബന്ധപ്പെട്ട ഏജൻസികൾ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിൽ ഉണ്ടായ വീഴ്ചകൾ കൊണ്ടാണെന്നും ഇതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിനായി നഗരസഭാ കൗൺസിൽ ഇടപെടണമെന്നും ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നടപടികൾ പൂർത്തിയാവാത്ത പക്ഷം കൗൺസിലർമാർ ഒന്നിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് ആഹ്വാനം ചെയ്തു. മഴ പെയ്താൽ റോഡൊന്നാകെ ചെളിക്കുളാണ്. മഴ ഇല്ലെങ്കിൽ പൊടിയടിച്ച് പുറത്ത് അങ്ങാടിയിൽ നിൽക്കാൻ പോലും പറ്റില്ല. വാഹനക്കാര് ഗ്ലാസ് കയറ്റിയിട്ടൊക്കെ പോവുമായിരിക്കും. നടക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പൊ മിനിഞ്ഞാന്ന് ഉൾപ്പെടെ ഞാൻ ചെറുപ്പശ്ശേരി നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ, എല്ലാ വിഭാഗം ആളുകളും ആക്ഷേപം പറയുന്നതുകൊണ്ട് നമ്മൾ ചെറുപ്പശ്ശേരിയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് ഈ നഗരസഭാ കൗൺസിൽ എന്ന് പറയുന്നത്. നമുക്കിത് അഡ്രസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. ഞാൻ ബഹുമാനപ്പെട്ട MLA-യുടെ ഇടപെടലിനെ ചെറുതായി കാണുന്നില്ല. നഗരസഭയുടെ ഇടപെടലും ഉണ്ടായിരുന്നു. നഗരസഭയ്ക്ക് അതിന് പരിമിതികളുണ്ട്, അതും എനിക്കറിയാം. നഗരസഭയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഇവിടെ വാട്ടർ അതോറിറ്റിക്കാർ വേണ്ട ജോലി ചെയ്തില്ല, ഇലക്ട്രിസിറ്റിക്കാർ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റോഡ് ഫില്ല് ചെയ്യാൻ പറ്റാതെ പോയത്, അതുകൊണ്ടാണ് ഫസ്റ്റ് ലെയർ ടാറിങ് വൈകിയത് എന്ന് പറയുമ്പോൾ ഈ മഞ്ചക്കല്ല് നിങ്ങൾ പണി തുടങ്ങുമ്പോൾ ഉറപ്പാണല്ലോ ഇത് കച്ചേരിക്കുന്ന് വരെ എത്തണമെന്ന്. എന്താ ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ കാല് മാറ്റാൻ ആരായിരുന്നു തടസ്സം? ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ലൈന് മാറ്റാൻ ആരായിരുന്നു തടസ്സം? ഊരാളുകളുടെ നിർമ്മാണ പ്രവൃത്തി ഇവിടേക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ അവിടേക്ക് എത്തുമ്പോഴേക്ക് ചെറുപ്പശ്ശേരി ടൗണിലെ ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കേണ്ടത് ആരാണെങ്കിലും അവർ ഗുരുതരമായ കൃത്യവിലോപമാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, ഈ ജനപ്രതിനിധികളാണെങ്കിലും നഗരസഭയാണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും ഗുരുതരമായ കൃത്യവിലോപമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ചെറുപ്പശ്ശേരിയിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ്. അതുകൊണ്ട് ഇനി നമുക്കിത് കാത്തു നിൽക്കാൻ പറ്റില്ല. അവരാണ് മരിച്ചിട്ട് വേണം അവിടെ നേരാക്കാൻ എന്ന് പറഞ്ഞാൽ ആ പട്ടാഭിയുടെ ആ ദുര്യോഗ സ്ഥിതി
ചെറുപ്പുളശ്ശേരിക്ക് വരുമോ? എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് മോട്ടോർ സൈക്കിൾ നേരെ വീണു. പക്ഷെ പിന്നിൽ വന്ന കാലുകാരൻ ബ്രേക്ക് ചവിട്ടി എന്നുള്ളത് കൊണ്ട് അതിനപ്പുറത്തൊന്നും സംഭവിച്ചില്ല. അപ്പൊ അത്ര ഓളം തിരമാല പോകും പോലെയാണ് ഇപ്പോ റോഡ് കൂടെ വാഹനങ്ങൾ പോകുന്നത്. ഇത് അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അത് എനിക്ക് കൗൺസിലിനോട് പറയാനുള്ളത്, ഇത് ബന്ധപ്പെട്ട മന്ത്രിയെ, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിച്ചുകൊണ്ട് ഈ അലസത വലിയ വില ചെറുപ്പശ്ശേരി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അടിയന്തരമായി കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന് പറയണം. അല്ലാത്ത പക്ഷം ഈ മാസങ്ങളിൽ പണി നടന്നിട്ടില്ലെങ്കിൽ, പൂർത്തിയായില്ലെങ്കിൽ നമ്മൾ നഗരസഭാ കൗൺസിലർമാർ ഒന്നടങ്കം സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും. സമരം ചെയ്താലേ കാര്യം നടക്കൂ എന്ന് വന്നാൽ പിന്നെ ചെയ്യല്ലേ പറ്റൂ. ചെറുപ്പശ്ശേരിയിൽ സത്യാഗ്രഹം ഇരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്. അത് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, UDF-ന്റെ 12 കൗൺസിലർമാർ ഈ മാസത്തിനകത്തിൽ ഈ പണി നടന്നിട്ടില്ലെങ്കിൽ ചെറുപ്പശ്ശേരി ടൗണിൽ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ പോകുക എന്നുള്ള വിവരം കൂടി ഞാൻ ഈ കൗൺസിലിനെ അറിയിക്കുക. എന്നാൽ നഗരനവീകരണ പ്രവൃത്തികളെ തുടർന്നുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ UDF രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ട് വലുതാക്കി കാണിച്ച് ഭരണസമിതിയെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണെന്നും KM ഇസ്ഹാഖ് കൗൺസിലിൽ ഉന്നയിച്ച കാര്യങ്ങൾ തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപിച്ച് കൗൺസിൽ വിനോദ് കാറൽമണ്ണ മറുപടി പറഞ്ഞതോടെയാണ് കൗൺസിൽ വാക്കേറ്റമുണ്ടായത്. ഇപ്പോ റോഡിലെ കുഴി ഉണ്ടായാൽ കുഴപ്പക്കാരാണ്, അത് ഭരണസമിതിയാണ്, അതല്ലെങ്കിൽ മറ്റു സർക്കാരാണ്, സംവിധാനങ്ങളാണ്, ഒക്കെ ശരിയാണ്. ചെറുപ്പശ്ശേരി വലിയ മാറ്റത്തിന് വിധേയമാകാൻ പോവുകയാണ്. ആ പോകുന്നതിനിടക്ക് എനിക്ക് എന്ത് കിട്ടും, എന്ത് ലാഭം ഉണ്ടാകും എന്നാണ് അന്വേഷിക്കുന്നത്. രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് വർത്താനം പറയുന്ന ഒരു രീതി ഈ ചെറുപ്പശ്ശേരിയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് വലിയ രൂപത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന നിലയ്ക്ക് പൂർണ്ണമായി ചെറുപ്പശ്ശേരിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെയാണ് വളച്ചൊടിച്ച് അതിനെ എങ്ങനെയാണ് വികൃതമാക്കാൻ കഴിയാവുന്നിടത്തെല്ലാം തന്നെ അതിനുള്ള പൊട്ടിതിരിപ്പുകൾ സംഘടിപ്പിക്കുകയും അതിനെ വികൃതമാക്കി അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന രീതിയാണ് ഇപ്പോ നമ്മുടെ ചെറുപ്പശ്ശേരിയിലെ UDF നേതൃത്വം പ്രത്യേകിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനില്ല. പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് UDF ചെയ്തതെന്നും അതിൽ രാഷ്ട്രീയം കാണുന്ന CPM പ്രതിനിധികളോടൊപ്പം കൗൺസിലിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞ് പ്രതിപക്ഷം കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോയി. നഗരനവീകരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. ചെറുപ്പശ്ശേരിയുടെ വികസനം സാധ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നഗരസഭ നേതൃത്വം നൽകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. MLA എല്ലാവരും പിന്തുണ MLA ഫിറ്റായി നമ്മളൊപ്പം ഉണ്ടായിരുന്നു. MLA ഞങ്ങളെക്കാൾ കൂടുതൽ നമ്മളോടൊപ്പം തന്നെ ചെറുപ്പശ്ശേരിയുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്തി നമുക്ക് പെട്ടെന്ന് ഓണത്തിന് മുമ്പ് ഒരു നേരെങ്കിലും അറിയിക്കാൻ പറ്റുമോ? അതിന് ആലസ്യമുണ്ടോ? പൈപ്പ് ലൈനിന്റെ പണി കഴിഞ്ഞാൽ ഒരാഴ്ച ഉണ്ടായാൽ നമ്മൾ പുറം പൈപ്പ് ലൈനിന്റെ പണി കഴിഞ്ഞില്ലാതെ അപ്പോഴും വിഷയം. ഈ മഴ പ്രളയമൊക്കെ ഉണ്ടായി അവര് പറഞ്ഞ കാര്യം മനുഷ്യന്മാരെ പഠിക്കണം. പെരുമഴ ഉണ്ടായപ്പോ കൂടെ എല്ലായിടത്തും മൂടി കെട്ടുന്നു. അതിന്റെ പ്രശ്നം ഉണ്ടായിണ്ടാവാം, പെട്ടെന്ന് തീർക്കുക. നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമെന്ന് UDF കൗൺസിലർമാർ. കൗൺസിലർമാർ ഒറ്റക്കെട്ടായി നേരിടേണ്ട ജനകീയ പ്രശ്നങ്ങളെ രാഷ്ട്രീയം കലർത്തി ഭരണസമിതിയുടെ വീഴ്ചകളെ മറച്ചുവെക്കുന്ന ഇടതുപക്ഷ കൗൺസിലർമാരുടെ നിലപാടിനെതിരെ പ്രതിഷേധിച്ചാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് മലബാർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. മഞ്ചക്കല്ല് മുതൽ കാവുവട്ടം വരെ വന്ന ആരംഭ ശൂരത്വം അതിനുശേഷം ഉണ്ടായില്ല എന്നുള്ളതാണ് പരാതി. അതിനാക്ഷേപിക്ക് അവരെ പറയുന്നത് വാട്ടർ അതോറിറ്റിയെയും അതുപോലെ തന്നെ KSEB ഒക്കെയാണ്. വാട്ടർ അതോറിറ്റിയും KSEB ഒക്കെ അതിൻ്റെ മുന്നേ ഈ പ്രവർത്തികൾ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? ഇതിൻ്റെ ഏജൻസികൾക്കല്ലേ. അവർ ആ പ്രവർത്തികൾ വേണ്ട സമയത്ത് ചെയ്യിപ്പിക്കാതിരുന്നത് മൂലമല്ലേ ചെറുപ്പശ്ശേരിയിൽ ഈ ഒരു അനാസ്ഥ ഉണ്ടായത്. മഴ പെയ്താൽ ചെളി കൊണ്ട് ആളുകൾക്ക് നടക്കാൻ വയ്യ, വെയിലടിച്ചാൽ പൊടി കൊണ്ട് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, വാഹനങ്ങൾ കുഴിയായി ഇങ്ങനെ നടക്കുക. നമ്മളെ തൊട്ടപ്പുറത്തെ ഒരു പട്ടണത്തിലാണ് ഇപ്പോൾ അടുത്ത ഒരാൾ മരണപ്പെട്ടു പോയത്. മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ കുഴി വെട്ടിച്ചതാ, ബസ് കയറി ദാരുണമായ അന്ത്യാണ് ഉണ്ടായത്. അത്തരം അപകടങ്ങൾക്ക് ചെറുപ്പശ്ശേരി സാക്ഷ്യം വഹിക്കണോ? ചെറുപ്പശ്ശേരി കാത്ത് നിൽക്കാതെ അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ബാധ്യത ആർക്കാണ്? ചെറുപ്പശ്ശേരി നഗരസഭ ഇത് ശരിക്കും അഡ്രസ് ചെയ്യണം. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി
നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരണം. എന്നാലേ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകൂ. ചെർപ്പുളശ്ശേരിയിലെ ജനങ്ങളുടെ വികാരവും പ്രതിഷേധവും അത് വേണ്ട സ്ഥലത്ത് എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞാൻ കൗൺസിലിനെ അറിയിച്ചത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ സ്നേഹിതൻ CPM-ൻ്റെ ഒരു കൗൺസിലർ വെറും രാഷ്ട്രീയ പ്രസംഗമാണ് അവിടെ നടത്തിയത്. ഇവിടെ നഗരസഭയുടേതല്ലാത്ത കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുത്തു കൊടുത്ത ഞങ്ങളോടാണ് പറയുന്നത് കുടിവെള്ള പദ്ധതിയുടെ മഹത്വം. ഇത്തരം പദ്ധതികളൊക്കെ അവരുടെ നേട്ടാണെന്നും അതിൽ അസൂയ പൂണ്ടാണ് ഞങ്ങൾ ഇത്തരം സമരകോലാഹലങ്ങൾ നടത്തുന്നത്. കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വാട്ടർ അതോറിറ്റിയിലേക്ക് CPM സമരം ചെയ്യേണ്ടതെന്നാണ് പറയും. എന്താ അതിൻ്റെ ആവശ്യം? അപ്പോൾ പറഞ്ഞതിന് കൃത്യമായ മറുപടി ഇല്ലാതെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കൊള്ളരുതായ്മ, അവരുടെ പിടിപ്പുകേട്, ആ പിടിപ്പുകേട് മറച്ചു വെക്കാനുള്ള രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. ഒരുമിച്ച് നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഭരണസമിതിയിൽ രാഷ്ട്രീയ വിഭാഗീയതയുണ്ടാക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. മാത്രമല്ല, ഈ മാസത്തിനകം അവിടുത്തെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തി ഒരു ലെയറെങ്കിലും ടാർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൗൺസിലർമാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് സമരം ചെയ്യണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ നിങ്ങളതിന് തയ്യാറല്ലെങ്കിൽ UDF-ന്റെ 12 മെമ്പർമാർ ജനങ്ങളുടെ ഈ പ്രയാസം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെർപ്പുളശ്ശേരി ടൗണിൽ സത്യാഗ്രഹ സമരം നടത്തും എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ CPM ഭരണസമിതിയെ പ്രകോപിപ്പിച്ചത്. അവരതിന് രാഷ്ട്രീയമായ മറുപടി പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയം പറയാനുള്ള വേദിയാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളിൽ, ചെർപ്പുളശ്ശേരി ടൗണിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ട ഭരണസമിതി രാഷ്ട്രീയം അസഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളെ കാണുകയും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ, ഞങ്ങളുടെ പോഷക സംഘടനകളെ ആക്ഷേപിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിനെതിരായി ഞങ്ങൾ ചെർപ്പുളശ്ശേരിയിലെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവരെയും അണിനിരത്തി ഈ നാടിൻ്റെ നന്മ കാക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ചെർപ്പുളശ്ശേരിയുടെ വികസനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ല, പോലീസിനോട് ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞത് ഇപ്പോൾ 19-ാം തീയതിയാണല്ലോ കഴിഞ്ഞ മാസം MLA-യുടെ യോഗം നടന്നത്. അത് കഴിഞ്ഞ് 23-ാം തീയതിയാണ് ട്രാഫിക് മീറ്റിംഗ് നടന്നത്. ആ 2 മീറ്റിങ്ങിലും ഞാൻ പങ്കെടുത്തിരുന്നു. ട്രാഫിക് മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലായില്ലല്ലോ എന്ന് ഞാൻ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ നഗരസഭ എന്താ ചെയ്തതെന്നാണ് ചോദിച്ചു. നഗരസഭയോട് പറഞ്ഞിരുന്നു അവിടെ ബോർഡ് വെക്കാൻ, നോ പാർക്കിംഗ് ബോർഡ് വെക്കാൻ പറഞ്ഞിരുന്നു, ബസ്സുകൾ എവിടെ നിർത്തേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരുന്നു, നഗരസഭയുടെ എംബ്ലം വെച്ച് ബോർഡ് വെക്കാൻ പറഞ്ഞു. നഗരസഭ ഒന്നും ഈ കാര്യത്തിൽ അനങ്ങിയിട്ടില്ല. ഒന്നും അനങ്ങാത്ത നഗര നവീകരണത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ ചെറുവിരൽ അനക്കാത്ത ഭരണസമിതിയാണ് ചെർപ്പുളശ്ശേരി നഗരസഭ ഭരിക്കുന്നത്. അവർക്കെതിരായിട്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയ സംഭവം പ്രതിപക്ഷത്തിന്റേത് ജനാധിപത്യ ബോധമുള്ളവർക്ക് യോജിച്ച നടപടിയല്ലെന്ന് ചെയർമാൻ. നഗരസഭയിലെ ജീർണാവസ്ഥയിലുള്ള വീടുകളിൽ കഴിയുന്ന 285ഓളം പേർക്ക് വീടുകൾ അനുവദിക്കുന്നതിനുള്ള DPR സർക്കാരിന് സമർപ്പിച്ചതായും മുണ്ടൂർ തൂത റോഡ് നവീകരണം, ചെർപ്പുളശ്ശേരി നഗര നവീകരണം തുടങ്ങിയ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചതായും ചെയർമാൻ അറിയിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ വിവിധ വാർഡുകളിലായി ജീർണാവസ്ഥയിലുള്ള വീടുകളും മഴക്കെടുതികൾ മൂലം നാശനഷ്ടം സംഭവിച്ച വീടുകളും ഉൾപ്പെടെ നഗരസഭയിലെ വീടില്ലാത്ത മുഴുവൻ പേർക്കും പുതിയ വീട് അനുവദിക്കുന്നതിനായുള്ള DPR അംഗീകരിക്കണമെന്ന് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടൂർ തൂത റോഡിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉടൻ പരിഹരിക്കുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്താനും വിവിധ ഏജൻസികളുടെ അനാസ്ഥ മൂലം ചെർപ്പുളശ്ശേരിയിലെ നഗര നവീകരണ പ്രവൃത്തികൾ നീളുന്നതിൽ ഇടപെടൽ നടത്താനും ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചതായി ചെയർമാൻ അറിയിച്ചു. പന്നിയംകുറിശി റോഡിലെ പൈപ്പ് ഷിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് നഗരസഭ ഫണ്ട് അനുവദിച്ചതായും AKG റോഡിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി സ്ഥലം ഉടമയ്ക്ക് നോട്ടീസ് നൽകാനും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും ചെയർമാൻ അറിയിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിനാവശ്യമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി 285 പേരുടെ പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്.
എന്നാൽ ഇതുവരെയും അതിന് അനുമതി ലഭ്യമായിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഒരു പുതിയ DPR നമുക്ക് അനുവദിച്ചു തരണമെന്ന് കേരള ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കൗൺസിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ള കാര്യം, നമുക്കറിയാം ചെർപ്പശ്ശേരി വികസനത്തിൻ്റെ പാതയിലാണ്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ള പദ്ധതിയുടെ പണി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റോഡുകളെല്ലാം കേടുവന്നിട്ടുണ്ട്. അതൊരു പ്രശ്നമായി നിൽക്കുകയാണ്. മുണ്ടൂർ തൂത റോഡ് 4 വരിപ്പാതയാകുന്നു. അതിൻ്റെ വികസനം പൂർത്തീകരണത്തിൻ്റെ പാതയിലാണ്. ആ പൂർത്തീകരണത്തിൻ്റെ പാതയിലും വളരെ ദുർഘടമായി കിടക്കുകയാണ് തൂത വരട്ട്. 2 കിലോമീറ്റർ അധികം വരുന്ന തൂത പ്രദേശത്ത് യാതൊരു പ്രവൃത്തിയും നടക്കാതെ വളരെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. ചെർപ്പശ്ശേരി ടൗണിലാണെന്ന് വെച്ചാൽ ടൗൺ നവീകരണം എന്ന വലിയൊരു പദ്ധതി, ചെർപ്പശ്ശേരിക്കാരുടെ മോഹം, പൂർത്തീകരണത്തിൻ്റെ ഭാഗമായുള്ള പണികൾ നടക്കുകയാണ്. മഴ പെയ്തു, അല്ലെങ്കിൽ പൊടി വെയിൽ തെറിച്ചാൽ പൊടി, മഴ പെയ്താൽ ചളി എന്നതിൽ ചെർപ്പശ്ശേരിയിൽ വ്യാപാരികൾക്കും നാട്ടുകാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയും വലിയ റോഡ് ബ്ലോക്കുമാണ്. അപ്പോൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് മുണ്ടൂർ തൂതയിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഈ കരാറെടുത്ത കമ്പനിയുടെ അനാസ കൊണ്ട് മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കരാറെടുത്ത കമ്പനി വേണ്ടത്ര ജാഗ്രതയിൽ പ്രവർത്തിക്കാത്തതിൻ്റെ ഭാഗമായി മുണ്ടൂർ തൂത റോഡിൽ വലിയ ബുദ്ധിമുട്ട് തൂത പ്രദേശത്തുള്ള ആളുകൾ നേരിടുകയാണ്. തെരുവിളക്കുകളൊന്നും തന്നെ അവർ ചാർജ് ചെയ്യാത്തതിൻ്റെ ഭാഗമായി തെരുവിളക്കുകളൊന്നും കത്തുന്നില്ല. അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ചെർപ്പശ്ശേരി ടൗണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഈ വിഷയം കഴിഞ്ഞ മാസം നടന്ന റിവ്യൂ മീറ്റിങ്ങിലൊക്കെ തന്നെ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പെട്ടെന്ന് തന്നെ മാറ്റിത്തരണമെന്ന് തീരുമാനിക്കുകയും അവരതിനുള്ള ഭഗീരഥ പ്രയത്നം രാവും പകലുമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുക. അതിനെ നഗരസഭ കാണാതിരിക്കുന്നില്ല. MLA ഞങ്ങളൊക്കെ തന്നെ റിവ്യൂ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ രാവും പകലും ഇല്ലാതെ പണിയെടുത്തിട്ട് അത് പണി നമ്മൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന വിഷമം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ തന്നെ നഗരസഭയ്ക്കെതിരെ തിരിച്ചു കൊണ്ടുവരാനും കേരള ഗവൺമെൻറ്റിനെതിരെ തിരിച്ചു കൊണ്ടുവരാനും അത് ഭരണപരാജയമാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുക. അതിന് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. ഒരു വികസന പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പണി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ കൗൺസിലിൽ നിന്ന് ആവശ്യപ്പെട്ടുള്ളത്. അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായിട്ടും KRFP ആയിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഓണത്തിന് മുമ്പെങ്കിലും ആ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ വേണമെന്ന് ഞങ്ങളെ കൗൺസിലിൽ നിന്ന് ഐക്യകണ്ഠേന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. AKG റോഡിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം കെട്ടിക്കിടക്കുന്നതായിട്ട് വിവിധ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് അടിയന്തരമായി നീക്കം ചെയ്യാൻ ഇന്നത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്വകാര്യ വ്യക്തിക്ക് നോട്ടീസ് അയക്കാനും അവരവർക്ക് നിയമ നടപടി എടുക്കണമെന്നും ഇന്നത്തെ കൗൺസിലിൽ നിർദ്ദേശം വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് ജനാധിപത്യ ബോധമുള്ളവർക്ക് യോജിച്ചതല്ലെന്നും ചർച്ചയ്ക്ക് അവസരം നൽകാതെ ഇറങ്ങിപ്പോയത് ശരിയായ നടപടിയല്ലെന്നും ചെയർമാൻ പ്രതികരിച്ചു. അത് ജനാധിപത്യം എന്ന് പറയാൻ കഴിയില്ല, അത് ഏകാധിപത്യ പ്രവണത എന്ന് പറയുന്നത്. താൻ പറയുന്ന അഭിപ്രായങ്ങൾ കൗൺസിലിനെ മുഴുവൻ ഉന്നയിക്കുകയും തനിക്കുള്ള മറുപടി എനിക്ക് കേൾക്കേണ്ടതില്ല എന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് അതാണ് ജനാധിപത്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയായ നടപടിയെടുക്കണം. പലവട്ടം സൂചിപ്പിച്ചാണത്. ശരിയല്ല. അതിനൊരു ചർച്ച ഉന്നയിക്കപ്പെട്ടാൽ അതിന് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോവുക എന്നുള്ളത് കൃത്യമായ ജനാധിപത്യ ബോധം ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ എന്നുണ്ടാകുമ്പോൾ അത് വലിയ ഖേദകരമാണ്. ഏത് ചർച്ച ഉന്നയിച്ചാലും അതിന് മറുപടി പറയണത് കേൾക്കാനുള്ള ആ മറുപടിയിൽ തെറ്റായ കാര്യങ്ങൾ വരാൻ ശരിയാണ്. മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇറങ്ങി പോകാറുണ്ടല്ലോ. മറുപടി പറയാൻ മൈക്കെടുക്കുന്നതിന് മുമ്പേ താൻ പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർ കണ്ണിക്കുമെന്ന് കണ്ടാൽ ഇറങ്ങിപ്പോവുക. രണ്ട് ജനപ്രതിനിധികൾ 2 അഭിപ്രായം ചർച്ച ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ചേർന്നതിന് മറുപടി എന്താണെന്ന് പ്രതീക്ഷിക്കണ്ടേ? ചേർന്ന് അദ്ദേഹത്തെ നിഷേധിക്കുന്ന നിലപാട് വന്നാലേ അയാൾക്ക് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമുള്ളൂ. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് MSF യൂണിറ്റ് സെക്രട്ടറി ഹാഷിറിന് മർദ്ദനം. പരിക്കേറ്റ ഹാഷിറിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. മർദ്ദനത്തിന് പിന്നിൽ SFI ആണെന്നും MSF നേതാക്കൾ ആരോപിച്ചു. യൂണിവേഴ്സൽ കോളേജിൽ സമീപകാലത്താണ് വിദ്യാർത്ഥി സംഘടനകൾ കൊടികെട്ടി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാനായി MSFന്റെ കീഴിൽ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. ഇതിൽ രാഷ്ട്രീയ സന്ദേശങ്ങളും വ്യക്തിപരമായ സന്ദേശങ്ങളും പങ്കുവയ്ക്കുന്നത് വിലക്കുകയും ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കുകയും ചെയ്തതായി മർദ്ദനമേറ്റ ഹാഷിർ പറഞ്ഞു.
ഇതിൽ പ്രകോപിതനായ സീനിയർ വിദ്യാർത്ഥി വ്യക്തിപരമായി ഫോണിലേക്ക് ഭീഷണി സന്ദേശം അയച്ചു. രാവിലെ കോളേജിലെത്തിയ തന്നെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്ന് ഹാഷിർ പറഞ്ഞു. ഞങ്ങളവിടെ MSFൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അപ്പോൾ അതിലിങ്ങനെ 2 വിദ്യാർത്ഥികൾ വന്നിട്ട്, വിദ്യാർത്ഥികൾ പറഞ്ഞാൽ അവിടെ ഇപ്പോൾ PG അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ, ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അതിൽ ഗ്രൂപ്പിൽ കയറി ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഒക്കെ കണ്ടപ്പോൾ അത് തടയാൻ വേണ്ടി വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും അവർ ആവർത്തിച്ചപ്പോൾ അതിനെതിരെ അവർ ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആക്കുകയായിരുന്നു. അതിന് ശേഷം ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് തല്ലും എന്നുള്ള രീതിയിൽ മെസ്സേജുകളൊക്കെ അയച്ചു. പിന്നെ രാവിലെ ഒരു 9:30 ആയപ്പോൾ കോളേജിൽ പാർക്കിങ്ങിലെത്തിയപ്പോൾ അവിടെ വെച്ചായിരുന്നു ഇതിനു വേണ്ടി തല്ലിയത്. MSFന്റെ പ്രവർത്തനത്തിൽ നിരാശ പൂണ്ട SFI പ്രവർത്തകർ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണിതെന്ന് MSF മണ്ഡലം പ്രസിഡന്റ് സഫ്വാൻ ആനമൂളി പറഞ്ഞു. MSFന് ആധിപത്യമുള്ള ഒട്ടേറെ കോളേജുകൾ മണ്ണാർക്കാടും പരിസരത്തുമുണ്ട്. അവിടെയൊന്നും ഒരു SFIക്കാരന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. MSFന്റെ പ്രവർത്തനം തടയാനുള്ള ഗൂഢാലോചനയാണ് ആക്രമണത്തിന് പിന്നിലെന്നും സഫ്വാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കോളേജുകൾ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ കോളേജുകളിലൊക്കെ MSFന് മൃഗീയ ഭൂരിപക്ഷമുള്ളതും MSFന് അതിൻ്റേതായ കൃത്യമായ സ്വാധീനമുള്ള പല ക്യാമ്പസുകളുമാണ് മണ്ണാർക്കാടുള്ളത്. നിങ്ങൾ തന്നെ MSFനാൽ ആക്രമിക്കപ്പെട്ട ഏതെങ്കിലും ഒരു SFIയെ, ഏതെങ്കിലും ഒരു SFIക്കാരനെ, ഏതെങ്കിലും ഒരു SFIയുടെ ഭാരവാഹിയെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഈ അടുത്ത ദിവസങ്ങളിലോ അടുത്ത വർഷത്തോ നിങ്ങൾക്ക് മണ്ണാർക്കാട് നിരത്താനുണ്ടോ? ഏതെങ്കിലും ഒരാൾക്ക് SFI MSFനാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയാൻ ഏതെങ്കിലും ഈ അടുത്ത കാലങ്ങളിൽ എവിടെയുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ തന്നെ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിലേക്ക് ഈ ഇടയായി MSF കൊടിയൊട്ടിയുള്ള ഒരു പ്രവർത്തനം വരുമ്പോൾ തന്നെ അതിനൊരു 2 മാസം കഴിയുമ്പത്തിന് മുൻപ് തന്നെ MSFൻ്റെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആ ക്യാമ്പസിനകത്ത് MSFൻ്റെ വളർച്ചയെ, MSFൻ്റെ ക്യാമ്പസിനകത്തെ ഇടപെടലുകളെ അവർ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വന്നു. MSF ചോദിക്കുന്ന ചോദ്യം അതാണ്. യൂണിറ്റ് MSF ജനറൽ സെക്രട്ടറി ആക്രമിക്കുന്ന ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ അവർ എന്തിന് ക്യാമ്പസിലേക്ക് വന്നു? അവരുടെ ഇൻറ്റൻഷൻ വളരെ കറക്റ്റാണ്. ഈ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയെ ഈ ഗ്രൂപ്പ് തുടങ്ങിയതിൻ്റെ പേരിൽ, ഈ ഗ്രൂപ്പിൻ്റെ MSF എന്തിനാണോ ആ ഗ്രൂപ്പ് തുടങ്ങിയത്, ആ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത് എന്തിനാണോ, അതിൻ്റെ ഇതിൽ നിന്നും മറ്റു ചർച്ചകൾ നടത്തി ആ ഗ്രൂപ്പിൻ്റെ ആ ഒരു സംഗതിയെ മാറ്റിക്കൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ ശ്രമിച്ചവർക്കെതിരെ ആ ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആക്കിയപ്പോൾ അവർ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നതാണ് MSFന് ഈ വിഷയവുമായി പ്രതികരിക്കാൻ. അതേസമയം യൂണിവേഴ്സൽ കോളേജിൽ നടന്ന സംഭവത്തിൽ SFIക്ക് പങ്കില്ലെന്ന് SFI ഏരിയ സെക്രട്ടറി ഫായിസ് അറിയിച്ചു. ഈ സംഭവത്തിൽ രാഷ്ട്രീയം ഇല്ലെന്നും ഫായിസ് പറഞ്ഞു. പരിക്കേറ്റ ഹാഷിറിനെ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ആലായൻ റഷീദിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ആശുപത്രി സന്ദർശിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വ്യാപക തെരച്ചിലാണ് നടത്തിയത്. തിങ്കളാഴ്ച ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവും കണ്ടെടുത്തു. 2 ആഴ്ചയായി തുടരുന്ന തെരച്ചിലിൽ ഇതുവരെ 80 മൃതദേഹങ്ങളും 167 ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെടുത്തത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താൻ മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 5 ഇടങ്ങളിലായി സംഘം തിരിഞ്ഞ് വ്യാപകമായ തെരച്ചിലാണ് നടത്തിയത്. മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒരു സംഘം തെരച്ചിൽ നടത്തി. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് ഫോഴ്സ്, പോലീസ്, തണ്ടർ ബോൾട്ട്, വനംവകുപ്പ് എന്നീ വിഭാഗങ്ങൾ അടങ്ങുന്ന 60 അംഗ സംഘമാണ് ഇവിടെ തെരച്ചിൽ നടത്തിയത്. വനമേഖലയായ പാണൻകയത്തിൽ 10 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 50 അംഗ സംഘവും പാണൻകായ മുതൽ പൂക്കോട്ടുമന വരെയും പൂക്കോട്ടുമന മുതൽ ചാലിയാർ മുക്ക് വരെയും 20 സന്നദ്ധ പ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘങ്ങളും തെരഞ്ഞു. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന 40 അംഗ സംഘവും തെരച്ചിലിൽ പങ്കെടുത്തു. തിങ്കളാഴ്ച ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവും കണ്ടെടുത്തു. ദുരന്തം നടന്ന് 2 ആഴ്ചയായി തുടരുന്ന തെരച്ചിലിൽ ഇതുവരെ 80 മൃതദേഹങ്ങളും 167 ശരീരഭാഗങ്ങളും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തിയിട്ടുണ്ട്. 41 പുരുഷന്മാർ, 32 സ്ത്രീകൾ, 3 ആൺകുട്ടികൾ, 4 പെൺകുട്ടികൾ എന്നിങ്ങനെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. തിരിച്ചറിഞ്ഞ 3 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരത്ത് വീണ്ടും പാമ്പ് ശല്യം. പെരുമ്പാമ്പിനെ ട്രോമ കെയർ പ്രവർത്തകർ പിടികൂടി. കഴിഞ്ഞ വർഷം മൂർഖൻ പാമ്പിനെയും ഇതിന്റെ കുഞ്ഞുങ്ങളെയും ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പിടികൂടിയിരുന്നു.
ജില്ലാ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ പരിസരത്താണ് പെരുമ്പാമ്പിനെ കണ്ടത്. തിങ്കളാഴ്ച രാത്രി 11:30 മണിയോടെ ട്രോമ കെയർ പ്രവർത്തകരെ ആശുപത്രിയിലെ ജീവനക്കാർ വിവരമറിയിച്ചു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ സ്ഥലത്തെത്തി. വനംവകുപ്പ് സർപ്പ റെസ്ക്യൂവറും യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡറുമായ ജബ്ബാർ ജൂബിലി, ഗിരീഷ് കീഴാറ്റൂർ എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടി. ഈ പാമ്പിനെ വനംവകുപ്പ് അധികൃതർക്ക് കൈമാറും. കഴിഞ്ഞ വർഷം മൂർഖൻ പാമ്പുകളെയും ഇവയുടെ നിരവധി കുഞ്ഞുങ്ങളെയും ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. വീണ്ടും പാമ്പിനെ കണ്ടത് രോഗികളിലും ഇവരുടെ കൂട്ടിരിപ്പുകാരിലും ആശുപത്രിയിൽ ജീവനക്കാർക്കും ഭീതി ഉയർത്തിയിട്ടുണ്ട്. പട്ടാമ്പി ടൗണിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളുമായി നഗരസഭ രംഗത്ത്. പാർക്കിംഗ് ഏരിയകൾ നിശ്ചയിച്ചുള്ള ബോർഡുകൾ ഉടൻ സ്ഥാപിക്കും. പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി.പി. ഷാജിയും വ്യക്തമാക്കി. പട്ടാമ്പി ടൗണിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു. ഇതിനെതിരെ വ്യാപാരികൾ പ്രത്യക്ഷ സമര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭ ചൊവ്വാഴ്ച ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ അനധികൃത പാർക്കിംഗിനെതിരെയുള്ള നടപടികൾ തുടരാനാണ് തീരുമാനം. ടൗണിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി.പി. ഷാജിയും അറിയിച്ചു. അതുപോലെ നോ പാർക്കിങ്ങിനായി സ്ഥലങ്ങൾ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CAക്ക് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട്. നോ പാർക്കിംഗ് ബോർഡുകൾ വെക്കാനുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം പട്ടാമ്പിയിൽ നിന്ന് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന റോഡിലെ കുഴികൾ അത് ഏകദേശം ഇന്ന് അടച്ച് കമാനം വരെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അത് ഫുള്ളായിട്ട് ബസ് സ്റ്റാൻഡ് വരേക്കും അത് എത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ PWD ഭാഗത്തുനിന്ന് KRFB ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അവരുടെ തീരുമാനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് ഇപ്പോൾ മഴയായി ബന്ധപ്പെട്ടും കൊണ്ട് പാലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത 19-ാം തീയതിയോട് കൂടിയിട്ട് അതിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ പണി തുടങ്ങുകയും ചെയ്തതിൽ തന്നെ നമുക്ക് ഒരുവിധം ട്രാഫിക് ജാമുകളെല്ലാം മാറ്റാൻ സാധിക്കും. ടൗണിലെ എവിടെയെല്ലാം പാർക്ക് ചെയ്യാമെന്നതും അടയാളപ്പെടുത്തും. പഴയ മാർക്കറ്റ് റോഡിനോട് ചേർന്നുള്ള നഗരസഭയുടെ സ്ഥലത്ത് സൗജന്യ പാർക്കിങ്ങിനായി അനുവാദം നൽകുന്നുണ്ട്. അതേസമയം പഴയ KSRTC ബസ് സ്റ്റാൻഡിൽ പേ പാർക്കിംഗ് തന്നെ തുടരുമെന്നും ഇവർ വ്യക്തമാക്കി. അപ്പോൾ വ്യാപാരികളുടെ ചില നിർദ്ദേശങ്ങളും നഗരസഭയുടെ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ചില സ്ഥലങ്ങളിൽ കർശനമായി നോ പാർക്കിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് ബസ്സുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി അവിടെ വാഹനങ്ങൾ നിർത്തി ആളിറക്കാം, പക്ഷേ അവിടെ പാർക്കിംഗ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ സ്വീറ്റ് സിറ്റി മുതൽ ആ ഭാഗത്തേക്ക് നോ പാർക്കിംഗ് തീരുമാനം എടുത്തിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ 2 ഗേറ്റിൻ്റെ മുൻവശത്തും വാഹനങ്ങൾ നിർത്തി ആളിറക്കാം, പക്ഷേ അവിടെ പാർക്കിംഗ് ഇല്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന എൻട്രൻസ് മുതൽ താലൂക്ക് ആശുപത്രി വരെ പിന്നെ കർശനമായി പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ഭാഗത്ത് ഒരു പേ പാർക്കിംഗ് ഉണ്ട്. നഗരസഭയുടെ ഒരു പാർക്കിങ്ങിന് നേരത്തെ പണം വാങ്ങിയിട്ടാണ് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. കഴിഞ്ഞ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം അത് പരിപൂർണമായി സൗജന്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നഗരസഭ പാർക്കിംഗ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതോടുകൂടി ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കാൻ കഴിയും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കടകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ബാറ്ററി മോഷ്ടിച്ച ആളെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാത്രി സമയങ്ങളിൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കറങ്ങി നടന്നാണ് അബ്ദുൾ റസാഖ് കടകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ മുതലായവ കളവ് നടത്തുന്നത്. കഴിഞ്ഞ 10-ന് പുലർച്ചെ വലിയങ്ങാടി സ്വദേശിയുടെ കടയിലെ ബാറ്ററിയും ഇൻവെർട്ടറും കാണാതായതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു. അന്വേഷണം ആരംഭിച്ച പോലീസ് ഞായറാഴ്ച പുലർച്ചെ നഗരത്തിലെ ബൈപ്പാസ് റോഡിൽ നിന്നും തൊണ്ടി മുതൽ സഹിതം പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയുടെ പേരിൽ പാലക്കാട് ജില്ലയിൽ സമാനമായ കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും രാത്രികാല പട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്നും പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരൻ അറിയിച്ചു. SI ഉദയൻ, SCPO ജയേഷ്, ഗിരീഷ്, ഹാരിസ്, ജയേഷ് രാമപുരം എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
ഒറ്റപ്പാലം ഗാന്ധി സ്ട്രീറ്റിൽ മോഷണം. 3 കടകളിലാണ് മോഷണം നടന്നത്. 1500 രൂപയോളം മോഷണം പോയതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷം. വിദ്യാർത്ഥികളും വഴിയാത്രക്കാരും ഭീതിയിൽ. 10ഉം 15ഉം അംഗങ്ങളുള്ള സംഘങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ ഭീഷണി ഉയർത്തുന്നത്. തെങ്കര പഞ്ചായത്തിന്റെ മിക്കയിടങ്ങളിലും തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. തെങ്കര സർക്കാർ സ്കൂളിന്റെ മുൻവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് നായ്ക്കളുടെ താവളങ്ങളിലൊന്ന്. 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് മുൻപിൽ 15ലേറെ അംഗങ്ങളുള്ള ഒന്നിലേറെ സംഘങ്ങളുണ്ട്. ഇവിടെ മാത്രമല്ല, ആനമുളിയിലും മേലാമുറിയിലും കോൽപ്പാടത്തുമെല്ലാം നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. രാവിലെ നടക്കാനിറങ്ങുന്നവർക്കും വിദ്യാർത്ഥികൾക്കും നായ്ക്കൾ ഭീഷണിയാണ്. കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തിവിടാൻ രക്ഷിതാക്കൾക്ക് ഭയമാണ്. 2 മാസം മുൻപാണ് മുണ്ടക്കണ്ണി ഭാഗത്ത് തെരുവുനായ ആക്രമണം ഉണ്ടായത്. തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. തെരുവു നായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കുന്ന ABC പദ്ധതി പഞ്ചായത്തിൽ നടപ്പാക്കിയില്ല. നായ്ക്കളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്നത് ആശങ്കയുളവാക്കുന്നുണ്ട്. അച്ഛന്റെ പിറന്നാളിന് മകൻ സമ്മാനമായി നൽകിയത് 20 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വീടും സ്ഥലവും. മകന്റെ ആഗ്രഹപ്രകാരം അച്ഛൻ ആ സമ്മാനം ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ കുടുംബത്തിന് നൽകുന്നു. മാതൃകാപരമായ ഇക്കാര്യം നടന്നത് ഒറ്റപ്പാലത്താണ്. വാർത്ത കാണാം. ഒരു പിറന്നാൾ ദിനം അത് മറ്റൊരു കുടുംബത്തിന്റെ ജീവിതം തന്നെ മാറ്റിയെഴുതിയ നിമിഷമായിരിക്കുകയാണ് ഒറ്റപ്പാലത്ത്. പിറന്നാൾ ദിനത്തിൽ ഒത്തുകൂടിയ ബന്ധുക്കളെ ഞെട്ടിക്കുന്ന സർപ്രൈസാണ് പിതാവിന് വേണ്ടി മകൻ ഒരുക്കിയിരുന്നത്. ഒറ്റപ്പാലം ശ്രാമ്പിക്കൽ നന്ദനം വീട്ടിൽ കുമാരന്റെ 84ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ പിതാവിനായി മകനൊരുക്കി നൽകിയ സർപ്രൈസ് ഒരു പുത്തൻ വീടും സ്ഥലവുമായിരുന്നു. പിതാവിന് പിറന്നാൾ സമ്മാനമായി നൽകിയ ഈ വീട് ആഘോഷവേദിയിൽ വെച്ച് ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ കുടുംബത്തിന് കൈമാറിയാണ് ഈ കുടുംബം വലിയൊരു മാതൃകാ പ്രവൃത്തി നടത്തിയത്. ഇതാ ഞാൻ പണി കഴിപ്പിച്ച ഒരു പുത്തൻ വീടിന്റെ താക്കോൽ അച്ഛനെ ഏൽപ്പിക്കുന്നു. ഇത് നമ്മുടെ വീടാണ്. ഈ പിറന്നാൾ സന്തോഷത്തിൽ ഈ താക്കോൽ എന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ സ്വന്തമായി കിടപ്പാടമില്ലാത്ത ഒരു കുടുംബത്തിന് കൈമാറണം. അന്വേഷണത്തിനൊടുവിൽ അർഹതപ്പെട്ട ഒരു കുടുംബത്തെ ചൂണ്ടിക്കാട്ടി മകൻ പറഞ്ഞ വാക്കുകൾ പിതാവിന്റെ കണ്ണുകളെ ഈർന്നണിയിപ്പിക്കുന്നതായിരുന്നു. അതിൽ ഏറ്റവും എലിജിബിൾ ആണെന്ന് തോന്നിയ ഒരു ഫാമിലി അവർക്ക് കൊടുക്കാൻ അതിനെ കഴിയില്ല. ഏറെ സന്തോഷത്തോടെ മകൻ തനിക്കായി തന്ന പിറന്നാൾ സമ്മാനം നിറഞ്ഞ മനസ്സോടെ തന്നെ യുവാവിനും കുടുംബത്തിനും കൈമാറി. നിർമ്മാണ തൊഴിലാളിയായിരിക്കെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്ന് വാടക വീട്ടിൽ കഴിയുന്ന കണ്ണിയമ്പുറം സ്വദേശിയായ സതീഷ് ബാബുവിനായാണ് നന്ദു വീട് നിർമ്മിച്ചിരുന്നത്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന നന്ദു അച്ഛനറിയാതെയാണ് ഈ ലക്ഷ്യം മുന്നിൽ നിർത്തി വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. അച്ഛന്റെ പിറന്നാളിൽ തന്നെ വീട് കൈമാറണം എന്നതും മകന്റെ ആഗ്രഹമായിരുന്നു. കുമാരന് പിറന്നാളിൽ ലഭിച്ച സമ്മാനം സതീഷിനായി കൈമാറിയതോടെ ആ കുടുംബത്തിന്റെ ജീവിത സ്വപ്നമാണ് പൂവണിഞ്ഞത്. മകൻ എന്നോട് പറഞ്ഞു, അച്ഛന് ഞാൻ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു വീടാണ്. ആ വീട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അച്ഛൻ്റെ വയസ്സുകാലത്ത് ഒരു അച്ഛനെ കൊണ്ട് ഒരു വയ്യാത്തൊരു കുടുംബത്തിലേക്ക്, ഒന്നിനും കഴിവില്ലാത്ത കുടുംബത്തിലേക്ക് ഒരാൾക്ക് അത് കൊടുക്കണമെന്ന് ഞാൻ മനസ്സോട് ഉദ്ദേശിച്ചിരുന്നു. അച്ഛന് വിരോധമില്ലെങ്കിൽ ഞാനതിന് അച്ഛനോട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആളെ എനിക്ക് അറിയില്ല ആരാന്ന് അവിടുന്ന് അനൗൺസ് ചെയ്തു. ആ ആളെ കൊണ്ടുവന്ന് കാണിച്ചു. നോക്കുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ആളാണെന്ന് എല്ലാം വ്യക്തമായി. അത് ദാനമായി കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും സന്തോഷമാണ് എനിക്ക് മകനെ. നമ്മളത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ താക്കോൽ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട് സപ്തതി ആഘോഷവും ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മാരക പ്രഥമ ക്ഷേത്രരത്ന പുരസ്കാര സമർപ്പണവും ഓഗസ്റ്റ് 15-ന് തൃത്താലക്കൊപ്പം എസോൺ കൺവെൻഷൻ സെന്ററിൽ നടക്കും. 3 ദിവസങ്ങളിലായി നടത്താൻ നിശ്ചയിച്ചിരുന്ന സപ്തതി ആഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരുക്കുകയായിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തന്ത്രിവര്യൻ മുതുതല ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട് സപ്തതി ആഘോഷവും അദ്ദേഹത്തിന്റെ പിതാവും തന്ത്രശാസ്ത്ര പണ്ഡിതനുമായിരുന്ന ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ ക്ഷേത്രരത്ന പുരസ്കാര സമർപ്പണവുമാണ് ഓഗസ്റ്റ് 15-ന് വ്യാഴാഴ്ച 3 മണിക്ക് തൃത്താലക്കൊപ്പം എസോൺ കൺവെൻഷൻ സെന്ററിൽ നടക്കുക. കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നിർവഹിക്കും. പുരസ്കാര വിതരണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിക്കും. MLA മുഹമ്മദ് മുസിൻ, മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി എന്നിവർ പങ്കെടുക്കും.
തന്ത്രശാസ്ത്രത്തിൽ ശ്രീധരൻ ചുമരത്ത് ദിവാകരൻ നമ്പൂതിരിപ്പാടിനും, ജ്യോതിശാസ്ത്രത്തിൽ മാന്ത്രിൽ മഴൂർ കബാലി നമ്പൂതിരിക്കും, വാസ്തുവിദ്യയിൽ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിക്കും പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 3 ദിവസങ്ങളിലായി നടത്താൻ നിശ്ചയിച്ചിരുന്ന സപ്തതി ആഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരുക്കുകയായിരുന്നു എന്നും മിച്ചം വരുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും ആദ്യഗഡു 50,000 രൂപ ഇതിനകം കൈമാറിയതായും ബാക്കി 50,000 രൂപ ചടങ്ങിൽ വെച്ച് പ്രളയത്തിൽ തകർന്ന ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M.R. മുരളിക്ക് കൈമാറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിലെ ഈ പുരസ്കാര സമർപ്പണവും അതിന്റെ അന്നത്തെ ഉദ്ഘാടനം കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അവരുകളാണ്. പുരസ്കാര സമർപ്പണം നടത്തുന്നത് ബഹുമാന്യനായിട്ടുള്ള മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ M.R. മുരളി അവർ നിർവഹിക്കുന്നു. അന്നത്തെ ആ ചടങ്ങിലെ വിശിഷ്ട അതിഥിയായിട്ട്, മുഖ്യ അതിഥിയായിട്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ അവർ പങ്കെടുക്കുന്നു. തന്ത്രശാസ്ത്രം, അതേപോലെ ജ്യോതിഷം, തച്ചുശാസ്ത്രം, ഈ 3 മേഖലയിൽ പ്രസിദ്ധരായിട്ടുള്ളവരേക്ക് രത്നപുരസ്കാരങ്ങൾ, സ്മൃതി രത്നപുരസ്കാരം, അതായത് ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മാരക സ്മൃതി പുരസ്കാരങ്ങൾ 3 മേഖലയിൽ ഉള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ചടങ്ങ് കൂടി ഈ ദിവസം നടത്തപ്പെടുകയാണ്. ഈക്കാട്ട് നാരായണൻ നമ്പൂതിരി, മൊടലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി, സജീഷ് കോലശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാടിന് മലപ്പുറത്തിന്റെ സ്നേഹസ്പർശം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് മലപ്പുറം ജില്ലയിൽ നിന്നും തയ്യാറാക്കിയ പഠനക്കിറ്റുകൾ കൈമാറി. പഠനോപകരണങ്ങളുമായി പുറപ്പെട്ട വാഹനം ജില്ലാ കളക്ടർ VR വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. റീബിൽഡ് വയനാട് പദ്ധതിയുടെ ഭാഗമായി വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് കൈമാറുന്നതിനായി മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ നിന്നാണ് പഠനക്കിറ്റുകൾ തയ്യാറാക്കിയത്. പഠനക്കിറ്റ് വഹിച്ചുള്ള വാഹനം ജില്ലാ കളക്ടർ VR വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മലപ്പുറം കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഫോറം കൺവീനർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ ഓരോ ഹൈസ്കൂളിൽ നിന്നും പരമാവധി 3 കിറ്റുകൾ എന്ന തോതിൽ 4 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി 668 കിറ്റുകളാണ് ശേഖരിച്ചത്. ഈ കിറ്റുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിലെത്തിച്ചു. ബാഗ്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, കുട, ബുക്കുകൾ, സ്റ്റീൽ വാട്ടർ ബോട്ടിൽ, സ്റ്റീൽ പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്, പെൻസിലുകൾ, പേനകൾ, ക്രയോൺസ് എന്നിവ അടങ്ങിയതാണ് കിറ്റ്. ആഗസ്റ്റ് 6-ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൽപ്പറ്റയിൽ നടന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റീബിൽഡ് വയനാട് യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് കിറ്റുകൾ എത്തിച്ചു നൽകിയത്. ചെറുപ്പുളശ്ശേരി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് CPM പ്രതിഷേധ മാർച്ച്. നഗര നവീകരണം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. ജനങ്ങളുടെ ജീവിതം ചെറുപ്പുളശ്ശേരി നഗര നവീകരണവും പന്യാങ്കുറിശി റോഡടക്കമുള്ള നഗര നവീകരണ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അടുത്ത മാർച്ചാണ് ചെറുപ്പുളശ്ശേരി വാട്ടർ അതോറിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രിയമുള്ളവരെ. ചെറുപ്പുളശ്ശേരി നഗര നവീകരണം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കുക, വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്ന ആവശ്യവുമായാണ് CPM ചെറുപ്പുളശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് CPM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ചെറുപ്പുളശ്ശേരി ഈ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടക്കുന്നു. ഇത് തികച്ചും നിരുത്തരവാദിത്തപരമായി കൊണ്ടുള്ള ചെറുപ്പുളശ്ശേരിയിൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ക്രോഡീകരണത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇനി 1 മാസത്തെ പ്രവർത്തനമേ ചെറുപ്പുളശ്ശേരി അങ്ങാടിയിലുള്ളൂ. ഒരൊറ്റ മാസം കൊണ്ട് ചെറുപ്പുളശ്ശേരി അങ്ങാടി 4 വരി പാത, അതേപോലെ തന്നെ അതിന്റെ ആധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി ഒരുക്കും കഴിയും. പിന്നെ ആരാ ഇതിൽ പ്രവർത്തനത്തിന് കുഴപ്പം? അതിലെ 1-ാം നമ്പർ പ്രതിയാണ് ചെറുപ്പുളശ്ശേരിയിലെ വാട്ടർ അതോറിറ്റി. ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, ആ പ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി കൊണ്ടപ്പോൾ 1 കൊല്ലായില്ല ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്.
ആ ഒരു കൊല്ലമായിട്ടും ചെർപ്പളശ്ശേരി അങ്ങാടിയിലെ പ്രധാനപ്പെട്ട പൈപ്പ് ലൈനുകൾ ഒന്നും തന്നെ മാറ്റി റോഡിന്റെ സൈഡിലേക്ക് മാറ്റി അതിന്റെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇവരെ പറയും? ഞങ്ങളൊന്ന് ആലോചിച്ചു. എന്തിനാണ് ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ ശമ്പളം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഈ ഓഫീസിൽ? രാവിലെ വീട്ടിൽ നിന്ന് കുറ്റിയും പറച്ച് വരിക എന്ന് പറയുന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ കുറ്റിയും പറച്ചിട്ട് ഇവിടെ വന്നിരിക്കുക. ഇവിടെ വന്നിരുന്നിട്ട് ഉറങ്ങാന്നാ തോന്നണത്. കസേലയിൽ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് വാട്ടർ അതോറിറ്റിയിലുള്ളത്. ലോക്കൽ സെക്രട്ടറി പി കെ ലുക്മാൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ബാലകൃഷ്ണൻ, ഷാജി പാറക്കൽ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചെറുപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപ്പശ്ശേരി നഗരസഭയിലേക്ക് ജനകീയ മാർച്ച്. ചെറുപ്പശ്ശേരി നഗരസഭയിലെ ഭരണവൈകല്യങ്ങൾക്കെതിരെയും നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയുമാണ് ജനകീയ മാർച്ച്. ബുധനാഴ്ച രാവിലെ 10:30 ലീഗ് ഓഫീസ് പരിസരത്തു നിന്നും നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ അസീസ്, ചെറുപ്പശ്ശേരി മുനിസിപ്പൽ പ്രസിഡന്റ് സി എ ബക്കർ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ദുറാനി, യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് റഫീഖ് ചോലയിൽ എന്നിവർ പറഞ്ഞു. ഭരണ വൈകല്യങ്ങൾക്കെതിരായി, അതുപോലെ തന്നെ നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരായി, ഒപ്പം ഈ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് ടൗണിലെ കച്ചവടക്കാരെയും നാട്ടുകാരെയും അതുപോലെ കാൽനടയാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെയും ബുദ്ധിമുട്ടിലാക്കുന്ന തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചെർപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് ഞങ്ങൾ ജനകീയ മാർച്ച് നടത്തുകയാണ്. ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലാകെ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു വാർഡിലെ ഏതാണ്ട് ചില വാർഡുകളിലൊക്കെ 9 അല്ലെങ്കിൽ 10 പ്രവൃത്തി ദിനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ആ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ചെർപ്പശ്ശേരി നഗരസഭ അതിനുശേഷം ഇവിടെ ആരംഭിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് അവതാളത്തിലാണ്. എന്നതുപോലെ തന്നെ നാട്ടിലെ ഈ നമ്മുടെ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വിവിധ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടുന്ന ഏതാണ്ട് 7 കോടിയിലേറെ രൂപ നഗരസഭാ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, കഴിവില്ലായ്മ കൊണ്ട് ഈ നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരായി, അതോടൊപ്പം തന്നെ കുത്തഴിഞ്ഞ മാലിന്യ സംസ്കരണ പദ്ധതിക്കെതിരായി, റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥക്കെതിരായൊക്കെ തന്നെ ജനങ്ങളുടെ ആകെ പ്രതിഷേധം ആവാഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി നാളെ പ്രക്ഷോഭം നടത്തുമ്പോൾ ആ മാർച്ചിൽ അണിചേരാനും അതിനെ ആശീർവദിക്കാനും അതിന് മതിയായ പിന്തുണ നൽകാനും ബഹുജനങ്ങൾ തയ്യാറാകണം എന്നാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ച് CPM അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി അലനല്ലൂർ ടൗണിലെ കടകളിൽ അഭ്യർത്ഥന കുറിപ്പുകൾ നൽകി. ഏരിയ കമ്മിറ്റി അംഗം പി മുസ്തഫ, ലോക്കൽ സെക്രട്ടറി ടോമി തോമസ്, കെ സുദർശനകുമാർ, പി അബ്ദുൽ കരീം, പി ഭാസ്കരൻ, റംഷിക് മാമ്പറ്റ, പി അനിൽകുമാർ, മണികണ്ഠൻ, എൻ അനു, പി ഷെരീഫ്, പി നജീബ് എന്നിവർ നേതൃത്വം നൽകി. കേരള സീനിയർ സിറ്റിസൺ ഫോറം വാണിയംകുളം ഈസ്റ്റ് മനുശ്ശേരി MG റോഡ് യൂണിറ്റിന്റെ 80ാമത് പ്രതിമാസ യോഗം സംഘടിപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5000 രൂപയുടെ DD MLAക്ക് കൈമാറി. പഞ്ചായത്ത് പ്രതിനിധി കൃഷ്ണകുമാർ, വാർഡ് മെമ്പർ സുബ്രഹ്മണ്യൻ, യൂണിറ്റ് സെക്രട്ടറി നരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപ്പശ്ശേരി GUP സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷാ കേരളം 2023-24 വർഷത്തെ സിവിൽ വർക്കിന്റെ ഭാഗമായാണ് 1,60,60,000 രൂപ വിനിയോഗിച്ച് ചെറുപ്പശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിൽ ടോയ്ലറ്റ് കെട്ടിടം നിർമ്മിച്ചത്. തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ദുർബലം. ഞങ്ങൾ പഠിക്കുമ്പോൾ കൊല്ലം വർഷമായിരുന്നു. അത് 1950 മുമ്പാണ്. അവിടുന്ന് മാറിയപ്പോഴായി ഹൈസ്കൂളിൽ യൂറോപ്യൻ ക്ലോസറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 യൂറോപ്യൻ ക്ലോസറ്റ് ഏറ്റവും കൂടുതൽ
സർക്കാരുകൾ ശ്രദ്ധിക്കുന്നതും എന്താണ്, തെരുവുകളൊക്കെ മുദ്രയിക്കാൻ പറ്റുമോ? എന്തായാലും ദോഷം അത് പൊലിച്ച് നമ്മുടെ കുടിവെള്ളത്തിലും ഒക്കെ ഈ സാങ്കേതിക രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം അല്ലേ? അപ്പോൾ ശുചിത്വബോധം നമ്മളെല്ലാവരിലും കൂടുതൽ ഉണ്ടാവണം. സ്കൂളും പരിസരവും വൃത്തിയാവണം. വ്യക്തിശുചിത്വത്തോടൊപ്പം എന്തോളം വ്യക്തിശുദ്ധ നമ്മളെല്ലാവരും നല്ല കുളിച്ച് വൃത്തിയായിട്ടാവില്ല അല്ലേ? കുളിച്ച് നല്ല വൃത്തിയായി വരുമ്പോൾ പരിസര ശുചിത്വ ബോധമില്ല എന്നുള്ളത് പറയും. അത് കമ്മിയാണ്. എന്തുകൊണ്ടാണ് വലിച്ചെറിയുന്ന ശീലം അല്ലേ? വാർഡ് കൗൺസിലർ കെ ടി മണികണ്ഠൻ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എൻ പി പ്രിയേഷ് പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപകൻ ഇബ്രാഹിം അബ്ദുൽ അക്കീൻ, PTA പ്രസിഡന്റ് AT രമേശ്, BRC ട്രെയിനർ PC ശിവശങ്കരൻ, മുഹമ്മദ് കബീർ, C സതീഷ് കുമാർ, ക്ലസ്റ്റർ കോർഡിനേറ്റർ C വിധു വിജയൻ എന്നിവർ സംസാരിച്ചു. തൃക്കടീരി കിഴൂർ കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം ഓഗസ്റ്റ് 14-15 തീയതികളിലായി നടക്കും. താമരശ്ശേരി വിനോദ് പണിക്കരുടെ അധ്യക്ഷതയിൽ പാടൂർ പ്രമോദ് പണിക്കർ, വടക്കാഞ്ചേരി ദിനേശ് പണിക്കർ, ക്ഷേത്ര ജ്യോത്സ്യനായ കിഴൂർ കളരിക്കൽ വിനോദ് പണിക്കർ എന്നിവർ സാന്നിധ്യം വഹിക്കും. തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് രാശിപൂജയും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഉണ്ടാവും. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഒറ്റപ്പാലം യൂണിറ്റ് വാർഷികവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഒറ്റപ്പാലം യൂണിറ്റിന്റെ 21ാമത് വാർഷികവും പൊതുസമ്മേളനവുമാണ് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P രാജൻ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ അണികൾ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ ഉള്ള ആളുകൾ. അദ്ദേഹത്തിന്റെ വിഷമങ്ങളാണ് ഇവിടെ ചെറുതായെങ്കിലും സൂചിപ്പിച്ചത്. ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ആദ്യമേ വരും. കാരണം ഞാനൊക്കെ വിളിച്ചിട്ട് ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റിന്റെ ഉള്ളിൽ ഇവരവിടെ എത്തിയിട്ടുണ്ടാവും. എനിക്ക് എത്താവുന്ന സമയത്തിൽ കൂടുതൽ എനിക്ക് ശ്രീഷോട്ട് പല പോലത്തേക്ക് ശ്രീഷോട്ട് ഓടിയതിന് ഏകദേശം 35-40 മിനിറ്റ് സമയം വരും. യൂണിറ്റ് പ്രസിഡന്റ് NC മനോജ് അധ്യക്ഷനായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് മെമ്പർമാരുടെ മക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു. യൂണിറ്റ് സെക്രട്ടറി MP സന്തോഷ്, ജില്ലാ ട്രഷറർ ഷാഹുൽ ഹമീദ്, ജോയിന്റ് സെക്രട്ടറി K പ്രകാശൻ, ജില്ലാ ട്രെയിനിംഗ് ബോർഡ് അംഗം M സുനിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം TG രാജീവ്, സംസ്ഥാന ട്രെയിനിംഗ് വൈസ് ചെയർമാൻ സുനിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം റോയി, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി R ഗോപികൃഷ്ണൻ, MK ഗോപിനാഥ്, യൂണിറ്റ് സെക്രട്ടറി MP സന്തോഷ് തുടങ്ങിയവരും സംസാരിച്ചു. ഓഗസ്റ്റ് 12 മുതൽ 16-ാം തീയതി വരെ ബഡ്സ് ഡേ വാരാചരണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒറ്റയ്ക്കല്ല ഞങ്ങളുണ്ട് കൂടെ എന്ന പേരിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ബഡ്സ് സ്കൂളിലേക്ക് എത്താൻ കഴിയാത്ത കുട്ടികളുടെ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയം ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, പ്രിൻസിപ്പൽ രമ്യ, CDS ചെയർപേഴ്സൺ T സൗമ്യ, CDS മെമ്പർ വിദ്യ, വാർഡ് മെമ്പർ ലീല, PTA പ്രസിഡന്റ് ഉഷ, ഹെൽപ്പർ സുധ എന്നിവർ പങ്കെടുത്തു. കർഷക കൂട്ടായ്മയായ ശ്രീകൃഷ്ണപുരം കർഷകശ്രീ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയും കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയും ചേർന്ന് നടത്തുന്ന ഔഷധ സസ്യകൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജികയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ന് നമുക്ക് ഈ തിരക്കിനിടയിലും ഇങ്ങനൊരു ചടങ്ങിന് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരുപാട് ചരിതാർത്ഥ്യമുണ്ട്. കാരണം നമ്മുടെ യുവതലമുറയെ, കാരണം കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ്. കുറേ പേര് കൃഷിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എന്നാൽ പോലും നമ്മുടെ ഇവിടെ ജൈവ കർഷക കൂട്ടായ്മയും സ്വപ്ന ജെയിംസ് പറഞ്ഞ നിങ്ങൾക്ക് ആരും പരിചയപ്പെടുത്തേണ്ട. കാരണം സംസ്ഥാനം ദേശീയ തലത്തിലൊക്കെ ഏറ്റവും കർഷകശ്രീ അവാർഡൊക്കെ ലഭിച്ച ഒരു വ്യക്തിയാണ്. എന്തായാലും ഇവിടെ നിന്ന് തന്നെ തുടക്കം കുറിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ട്. നമ്മുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇത്രയൊരു പ്രവൃത്തിയിലേക്ക് വന്നതിനും ഇത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിനൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. SKFPCയുടെ ചെയർമാൻ ജെയിംസ് ജോർജ് പുളിക്കത്താഴെ അധ്യക്ഷനായി. നാബാർഡ് DDM കവിതാറാം മുഖ്യാതിഥിയായി. കഞ്ചിക്കോട് CIMHലെ കൃഷി ഓഫീസർ K ശശികുമാർ പദ്ധതി വിശദീകരണം നടത്തി. കർഷകശ്രീ അവാർഡ് ജേതാവ് സ്വപ്ന ജെയിംസ് ആദ്യ തൈ നട്ടു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, വാർഡ് മെമ്പർ ലീല, കടമ്പഴിപ്പുറം കൃഷി ഓഫീസർ വാസുദേവൻ K, ശ്രീകൃഷ്ണപുരം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കൃഷ്ണദാസ്, സ്വീഡ്സ് കോർഡിനേറ്റർ വികാസ് വിജയൻ, RPS ഡയറക്ടർ ഹരിദാസൻ,
SKFPC ഡയറക്ടർ സുരേന്ദ്രൻ, CO രഞ്ജിനി വി നായർ, വൈസ് ചെയർമാൻ രാജൻ കല്ലമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. KSSPU കടമ്പഴിപ്പുറം യൂണിറ്റ് കൺവെൻഷനും നവാഗത പെൻഷൻകാർക്കുള്ള സ്വീകരണവും കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ വെച്ച് നടന്നു. കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി PM മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. CNN ഗുപ്തൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ്, ബ്ലോക്ക് പ്രസിഡന്റ് സൂര്യനാരായണൻ, ജോയിന്റ് സെക്രട്ടറി ജയരാജൻ, P വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എല്ലാ ജീവികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം വേർപെട്ടുപോയി, പലതും മരിച്ചുപോയി. അവസാനം 8ാമത്തെ ദിവസം വീട്ടിലൊരു നായയും ആ വീട്ടിൽ ഉടമസ്ഥയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുമ്പോൾ അവർ രണ്ടുപേരോട് ഉണ്ടാകുന്ന ഒരു അനുഭവം നിങ്ങൾ കണ്ടോ? കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? 8ാമത്തെ ദിവസം നായ അതിന്റെ ഉടമസ്ഥയെ കണ്ടുമുട്ടുകയാണ്. വെട്ടത്തൂർ തേലക്കാട് GLP സ്കൂൾ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി. സമേതം എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതി മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പാഠ്യേതര മികവുകൾ ലക്ഷ്യമിട്ടാണ് സമേതം പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാലയത്തിന് സമാനമായ പഠനാന്തരീക്ഷം വീടുകളിൽ ഒരുക്കുക, വീട്ടിലെ പഠന സൗകര്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുക, കുടുംബാംഗങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ പഠനത്തിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക, നേരത്തെ നടപ്പിലാക്കിയ മൈ ഓൺ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക തുടങ്ങിയവയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച പഠന മുന്നേറ്റം നടത്താൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് വീടാണെങ്കിൽ രണ്ടാമത്തെ വിദ്യാലയമാണ് കുട്ടിക്ക് വീടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ആ സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ കുട്ടിയുടെ പഠനം ഏറ്റവും മികവുറ്റതാക്കുക എന്ന ലക്ഷ്യവും തൻ്റെ അധ്യാപകർ തൻ്റെ വീട് സന്ദർശിക്കുന്നു എന്നുള്ള ഒരു തോന്നലും എൻ്റെ അവസ്ഥ ശരിയായി മനസ്സിലാക്കുന്നു എന്നുള്ളൊരു തോന്നലും കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടി പാഠഭാഗങ്ങളായും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ അകപ്പെടുകയും ആ തൻ്റെ അമ്മക്കും എന്തൊക്കെ സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ബോധം അധ്യാപകരും ഉളവാക്കുന്ന ഒരു നല്ല പ്രവർത്തനമായിട്ട് ഇത് മാറട്ടെ എന്നും ഈ നമ്മുടെ ഈ കുഗ്രാമങ്ങളിൽ നിന്നും ഇനി ഉയർന്ന തലങ്ങളിലേക്ക് IAS, IFS, IPS എന്ന തലങ്ങളിലേക്കും പൈലറ്റ് എന്ന തലത്തിലേക്കും നമ്മുടെ കുട്ടികൾ ഉയരട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ടു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. രോഗികൾ കൊണ്ട് വലയപ്പെടുന്ന കുടുംബങ്ങൾ ഉണ്ടാവാം. നിത്യതൊഴിൽ പോകാൻ പറ്റാതെ ശയ്യാരമ്പിലായി കിടക്കുന്ന രോഗികൾ, അച്ഛനമ്മമാരെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കേണ്ട ഒരു ഘടനയിൽ കിടക്കുന്ന ആൾക്കാരുണ്ടാവാം. സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെ എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ടുള്ള കുട്ടികളാണ് പൊതുവിദ്യാലയത്തിൽ വരുന്നത്. ആ പൊതുവിദ്യാലയത്തിൽ വന്ന് അവൻ സമ്പത്തുള്ളവരും ഇല്ലാത്തവരും അങ്ങേറ്റ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അത് ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ സഹാനുഭൂതിയും ആ സംതൃപ്തിയുമാണ് നമ്മുടെ നാട്ടിൻ്റെ ഐക്യമെന്ന് പറയുന്നത്. അവിടെ ആ സ്കൂളിൽ സമ്പത്തുള്ളവന് ഒരു ചെയറും സമ്പത്തില്ലാത്തവന് വേറെ ചെയറും അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ചേർതിരിവ് ഇല്ലാതെയാണ് നമ്മളെ പൊതുവിദ്യാലയം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനാധ്യാപകൻ V ശശി, PTA പ്രസിഡന്റ് E ശശികുമാർ, K പ്രവീണ, P ചിത്ര, M ഹസനത്ത്, KT ഹസനത്ത്, മറ്റു PTA, SMC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വെട്ടത്തൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുപ്പശ്ശേരി നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങളെ ചൊല്ലി നഗരസഭാ കൗൺസിൽ വാക്കേറ്റം. കൗൺസിലിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഭരണസമിതിയുടെ വീഴ്ചകളെ മറച്ചുവെക്കുന്ന ഇടതുപക്ഷ കൗൺസിലർമാരുടെ നിലപാടിനെതിരെ പ്രതിഷേധിച്ചാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ്. പ്രതിപക്ഷത്തിന്റേത് ജനാധിപത്യ ബോധമുള്ളവർക്ക് യോജിച്ച നടപടിയല്ലെന്ന് ചെയർമാൻ. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് MSF യൂണിറ്റ് സെക്രട്ടറി ആഷിറിന് മർദ്ദനം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. മർദ്ദനത്തിന് പിന്നിൽ SFI ആണെന്ന് MSF നേതാക്കൾ. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷം. വിദ്യാർത്ഥികളും വഴിയാത്രക്കാരും ഭീതിയിൽ. കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തുവിടാൻ ഭയന്ന് രക്ഷിതാക്കൾ. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ചാലിയാർ പുഴയിൽ തുടരുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും തിരച്ചിൽ നടത്തി. 2 ആഴ്ചയായി തുടരുന്ന തിരച്ചിലിൽ 80 മൃതദേഹങ്ങളും 167 ശരീരഭാഗങ്ങളും കണ്ടെടുത്തു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരത്ത് വീണ്ടും പാമ്പിനെ പിടികൂടി. പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്.
കഴിഞ്ഞ വർഷം മൂർഖൻ പാമ്പിനെയും കുഞ്ഞുങ്ങളെയും പിടികൂടിയിരുന്നു. ഇതോടെ ഭീതിയിലായി രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രി ജീവനക്കാരും. പട്ടാമ്പി ടൗണിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളുമായി നഗരസഭ രംഗത്ത്. പാർക്കിംഗ് ഏരിയകൾ നിശ്ചയിച്ചുള്ള ബോർഡുകൾ ഉടൻ സ്ഥാപിക്കും. പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി പി ഷാജിയും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.